എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എൻ്റെ വെഡ്ഡിങ് സാരി കളക്ഷനെ പറ്റിയായിരിക്കും കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ കല്യാണം പിന്നെ കല്യാണത്തിനോടനുബന്ധിച്ചുള്ള ഫംഗ്ഷൻസിലൊക്കെ ഞാൻ എടുത്ത സാരിയെ പറ്റിയിട്ടായിരിക്കും ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ലോങ് ആവാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ, ബട്ട് മിസ്സാക്കാതെ കാണുക. കാരണം ഞാൻ ഈ ഓരോ സാരീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിലിങ്ങും പിന്നെ കംഫോർട്ട് ലെവൽ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, പ്രൈസ് റേഞ്ച്, എവിടെ നിന്നാണ് മേടിച്ചത്, പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പം എനിക്ക് പലയിടത്തു നിന്നും കിട്ടിയ കുറച്ച് ടിപ്പും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് ബ്രൈഡ് ടു ബീസിനുള്ള സാരി മേടിക്കുമ്പം മൈൻഡിൽ വെച്ചിരിക്കേണ്ട കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ മിസ്സാക്കാതെ കാണുക കേട്ടോ ലാസ്റ്റ് വരെയും. അപ്പൊ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് കല്യാണ തലേന്ന് എൻ്റെ വീട്ടിലെ റിസപ്ഷന് ഞാൻ ഉടുത്ത സാരി ആട്ടോ. അപ്പോൾ ഇതിപ്പോ സൺലൈറ്റിന്റെ അടിയിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് ലൈറ്റായിട്ട് കളർ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു പിക്ചറോ റീലോ ഇവിടെ എവിടെയെങ്കിലും ഇടാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ. ഇതിന്റെ കളർ ഒരു പേർപ്പിൾ കളേർഡ് സാരി ആട്ടോ. പേർപ്പിൾ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഞാൻ എടുത്തത്. പേർപ്പിൾ മെയിൻ ബോഡിയിൽ വരുന്നത് പേർപ്പിൾ ആണ്. പിന്നെ പിങ്ക് കളറിലെ ചെറിയ ചെക്ക് ഉണ്ട്, ചെക്ക് ഡിസൈൻ ഉണ്ട്. പിങ്ക് ആണ് ഇതിന്റെ ബോർഡറും പല്ലുവും വരുന്നത്. ഇങ്ങനെയാണ് ആ സാരി. അപ്പൊ ഞാനൊരു ടിപ്പ് ഇനി പറഞ്ഞു തരാം കേട്ടോ. അതായത് നിങ്ങളിപ്പോ ഒരു ഷോർട്ട് ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, എന്നെ പോലെ എൻ്റെ ഹൈറ്റ് 5'1" ആണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും, നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും, അതായത് ഹൈറ്റ് അധികം ഇല്ലാത്തവര് ഭയങ്കര തിക്കായിട്ടുള്ള ബോർഡർ ഉള്ള സാരി എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഭയങ്കര തിക്ക് ബോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ഒന്നും കൂടെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എടുത്ത എല്ലാ സാരിക്കും ഒന്നെങ്കിൽ ബോർഡർ ഉണ്ടാവില്ല, അല്ല ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഭയങ്കര ബോർഡർ ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു ലൈനിങ് പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, ഇതൊക്കെ ഞാൻ ഷോപ്പ് ചെയ്യുമ്പോഴാണ് ഓരോരുത്തർ അവിടെ ഇവിടെ ഞാൻ പഠിച്ചതാണ്. അതായത് നമ്മൾ അതുപോലെ തന്നെ ഷോർട്ട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ വലിയ ചെക്കുള്ള സാരി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെക്ക്, ഇതിപ്പോ കുട്ടി ചെക്ക് സാരിയാണ്. ഇത് കണ്ടോ, കുട്ടി ചെക്ക് ആണ് ഇതിലെ ഡിസൈൻ. അപ്പോൾ അങ്ങനത്തെ സാരീസ് ഇട്ടാലുള്ള ഗുണം നമുക്ക് കുറച്ചുകൂടി ഒരു ഇലോങ്ങേറ്റഡ് ഫീല് നമുക്ക് തോന്നിക്കും. ആൻഡ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല്ലു ആട്ടോ. ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇവിടെ ഇപ്പം നിങ്ങളെ കാണിക്കാം. ഒരു രക്ഷയില്ല. പല്ലു ഒരു പിങ്ക് കളേർഡ്, റാണി പിങ്ക് കളറിലെ പല്ലു ആട്ടോ. അതില് ഗോൾഡൻ ഗോൾഡൻ ത്രെഡ് വർക്ക് അല്ലെങ്കിൽ ഗോൾഡൻ ആ ഒരു പട്ട് ഡീറ്റെയിലിംഗ് വരുന്നത് പല്ലുവിലാണ്. അത് ശരിക്കും ഒരു ഹൈലൈറ്റ് ആണ് ഇതിന്റെ പല്ലു. എനിക്ക് പണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതായത് കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡായിരിക്കും, ഭയങ്കര പളവള തിളക്കമുള്ള പട്ട് സാരി ആയിരിക്കും. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എന്റെ തെറ്റിദ്ധാരണ ആയിരുന്നു എന്ന് എനിക്ക് ഷോപ്പിൽ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇപ്പൊ ഈ സാരി നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒട്ടും തന്നെ ലൗഡ് അല്ല, ഭയങ്കര സട്ടിലാണ്. എന്നാൽ അത് ഇടുമ്പോൾ ഒരു റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും. മേ ബി അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. അതായത് പേർപ്പിൾ ആൻഡ് റാണി പിങ്ക് ഭയങ്കര ഒരു റിച്ച് ലുക്ക് തരുന്ന കളർ കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പല്ലുവിലേക്ക് വരുന്ന ആ ഒരു പട്ടും, ആ പല്ലുവില് മാത്രമാണ് കുറച്ച് ഹെവി ആയിട്ട് പട്ട് വരുന്നത്. വേറെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഹെവി ആയിട്ട് ബോർഡർ വരുന്നേ ഇല്ല. ഈ മോട്ടീഫ് പോലും ചെറിയ മോട്ടീഫ് പ്രിന്റ്സ് ആണ് ഈ വരുന്നത്. ഇവിടെ കാണാൻ തോന്നും കുട്ടി ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര സട്ടിലാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സൗമ്യ ചേച്ചി കുറച്ച് ഹെവി ആയിട്ടാണ് മേക്കപ്പും, പിന്നെ മേക്കപ്പ് അല്ല, ആക്സസറീസ് കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് തന്നായിരുന്നു തലേന്നത്തേക്ക്. കാരണം ഒരു മൊത്തത്തിൽ സാരി സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ലുക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ സാരീസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇട്ടോട് നടക്കാനും വളരെ സുഖമായിരുന്നു, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. ഇനിയും ഇതിന്റെ അറ്റാച്ച്ഡ് ബ്ലൗസ്, അതായത് റാണി പിങ്ക് കളറിലെ അറ്റാച്ച്ഡ് ബ്ലൗസ് ആയിരുന്നു വന്നിരുന്നത്. അതിന്റെ കോല ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, കാരണം ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഹെവി ആയിട്ട്, ഈ പറഞ്ഞ പോലെ സാരി കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ബ്ലൗസും ആക്സസറീസും ഒക്കെയാണ് ഒന്ന് ഹെവി ആക്കിയത്. സോ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇനി നമ്മുടെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ, അന്ന് ഞങ്ങൾ പപ്പയും അമ്മയും ഒബ്വിയസ്ലി അവര് മേടിച്ചത് എനിവേ ബിറ്റ്വീൻ 9,000 to 10,000. എക്സാക്ട്ലി ആ പ്രൈസ് അവർ ഓർക്കണില്ല ഇപ്പോൾ, കാരണം 2 വർഷം കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിൽ എവിടെയോ വരുന്നതായിരുന്നു അതിന്റെ പ്രൈസിങ്. ഓക്കെ, അപ്പൊ ഇനി കല്യാണ സാരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് റിസപ്ഷന് വിഷ്ണുവിന്റെ വീട്ടിൽ ഞാൻ ഉടുത്തതും ഒരു സാരി തന്നെയാണ്. അതൊരു മാമ്പഴം മഞ്ഞ കളറിൽ വരുന്ന സാരി കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് കളറാണ്. ഇവിടെയും പിങ്ക് കോമ്പിനേഷൻ ആണ് വരുന്നത്.
ഇങ്ങനെയാണ് ആ സാരി ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു എന്താ പറയാ പ്രിന്റ് അല്ലാതെ പട്ടിന്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാട്ടോ ആ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഇവിടെയും ഞാൻ മുന്നേ കാണിച്ച സാരിയുടെ കൂട്ടിൽ തന്നെ പല്ലു ഒരു റാണി പിങ്ക് കളറിലാണ് വരുന്നത്. ആ പല്ലു ഭാഗത്താണ് ശരിക്കും ഇതിന്റെ പട്ടും ഫ്ലോറൽ ഡിസൈനിലാട്ടോ പട്ട് വരുന്നത്. ശരിക്കും നല്ലൊരു ഐശ്വര്യമുള്ള ഒരു പട്ട് സാരിയാണിത്. വിത്ത് ബ്ലൗസ് ശരിക്കും പറഞ്ഞ ഒരു പ്യുവർ റാണി പിങ്ക് ബ്ലൗസ് ആണ്, പട്ടിന്റെ കൂടെയുള്ള ബ്ലൗസ് ആണ് വരുന്നത്. ആൻഡ് മെറ്റീരിയൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ മുന്നത്തെ സാരിയുടെ കൂട്ടിൽ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമായിരുന്നു എനിക്ക്. ആൻഡ് ഫൈനലി ഇതിന്റെ പ്രൈസിങ് 8,000 to 8,500 ആ ഒരു റേഞ്ചിലായിരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്ത സാരി എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ മെറൂൺ ബോർഡർ വരുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇത് ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആണിത്, കാണാൻ പറ്റും. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ്, അതായത് മെറൂണും ഡാർക്ക് ഗ്രീനും വരുന്ന പോലെ. ഇതിന്റെ ബ്ലൗസിന്റെ ഷെയ്ഡും ഒരു മെറൂൺ കളറിലായിരുന്നു വന്നിരുന്നത്. ഇതാണ് ഈ ബ്ലൗസിന്റെ ഷെയ്ഡും ഒരു എന്താ കണ്ടോ, ആ ഒരു ഡാർക്ക് ഡീപ്പ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, എന്താണ് ഇതിന് പറയുന്നത്, ഒരു വൈൻ കളറോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ് ആ ഷെയ്ഡ് വരുന്നത്. കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പ്രൈസിങ് മറ്റേതിന്റെ അതേ റേഞ്ച് തന്നെ ആയിരിക്കും, 8,000 to 10,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഈ സാരിയും വരുന്നത്. കാരണം അതേ ഫാബ്രിക് ക്വാളിറ്റി ആണ്, അതായത് പട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ രണ്ട് സാരിയെ അപേക്ഷിച്ച് കുറച്ചെങ്കിലും ബോർഡർ ഉള്ള സാരി ഞാൻ എടുത്തത് ഇതാട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സാരിയുടെയും പല്ലു ആണ് ഹൈലൈറ്റ്, അതായത് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു റിച്ച് പല്ലു ആണ് വരുന്നത്. അവിടെയാണ് ഈ പട്ടും കൂടുതലുള്ളത്, പല്ലു ഭാഗത്താണ്. ഒബ്വിയസ്ലി എല്ലാ പട്ടുസാരി അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്തോ എനിക്കത് ഭയങ്കര റിച്ച് ലുക്ക് പോലെ ഫീൽ ചെയ്യിപ്പിച്ചു. അപ്പൊ പ്രൈസ് റേഞ്ചും ക്വാളിറ്റി ഒക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് സാരി മേടിച്ച പോലെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ഒരു സാരിയും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു റേഞ്ചിൽ, അതായത് ഞാൻ വിരുന്നൊക്കെ പോവാൻ വേണ്ടിയിട്ട് എനിക്ക് മേടിച്ചു തന്നത് അത് ഈ ഒരു സാരി. ഇത് ഞാൻ എവിടെയും ഉടുത്തിട്ടില്ല. എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിത് എവിടെയും ഉടുത്തിട്ടില്ല, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നില്ല, അങ്ങനെ ഒരുപാട് കല്യാണങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ആട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ഒരു സാരിക്ക് പറഞ്ഞല്ലോ നമ്മൾ കുട്ടി ചെക്ക എടുക്കാൻ പാടുള്ളൂ എന്ന്. ഇത് ഞാൻ വലിയ ചെക്കുള്ള ഒരു സാരി എടുത്തുപോയി, സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള ചെക്കുള്ള ഒരു സാരി ആട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോയില്. ഇതേ സംഭവം ഇതുപോലെ തന്നെ വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പീസും വരുന്നത്. ഇതേപോലെ ചെക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ്, മോണോക്രോം ആയിട്ട് വരുന്നതാണ്, രണ്ടും ഒരേ കളറാണ്. അങ്ങനെ കോൺട്രാസ്റ്റ് അങ്ങനെ ഒന്നും അല്ല വന്നേക്കുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആയിട്ട് ഇത് പെയർ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ എവിടുന്നാ മേടിച്ചെന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഡയറക്റ്റ്ലി കാഞ്ചീപുരത്ത് നിന്നാണ് മേടിച്ചത്. പക്ഷെ അന്ന് എൻ്റെത് കൊറോണ പീരീഡിലായിരുന്നു, അതായത് കൊറോണ കഴിഞ്ഞ് പയ്യെ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് അയഞ്ഞു വന്ന ആ ഒരു സമയത്തായിരുന്നു കല്യാണം. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ട്രാവൽ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പപ്പയുടെ ഫ്രണ്ട് കാഞ്ചീപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി വഴിയാണ് ഞങ്ങൾക്കൊരു കടയുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. ബാബുസ അങ്ങനെ എന്തോ ആണ്, ഞാൻ പേര് ഇവിടെ ഇട്ടേക്കാം. ആ ഒരു കടയുടെ നമ്മൾ വീഡിയോ കോളിലൂടെ ആയിരുന്നു ഈ സെലക്ഷൻ മൊത്തം ചെയ്തത്. ബട്ട് ദൈവം സഹായിച്ച് കളറൊക്കെ ഞാൻ ഉദ്ദേശിച്ച കളറൊക്കെ തന്നെ കിട്ടി. നമ്മൾ യൂഷ്വലി വീഡിയോ കോൾ ചെയ്യുമ്പം എക്സാക്ട് കളറൊന്നും നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഇത് എന്തോ ഒരു ദൈവസഹായം പോലെ എല്ലാം ഞാൻ ഉദ്ദേശിച്ച കളറൊക്കെ തന്നെ കിട്ടി. ആൻഡ് പ്രൈസ് റേഞ്ച് ഈ പറഞ്ഞത് കുറച്ചു പേർക്കെങ്കിലും ഇത് കൂടി പോയല്ലോ അങ്ങനെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതായത് 10,000 രൂപ അതിച്ചിരി കൂടുതലല്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതേ സാരി നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ 2 ഇരട്ടി വില കൊടുക്കേണ്ടി വരും. ഡയറക്ട്ലി കാഞ്ചീപുരത്തിൽ നിന്ന് മേടിച്ചോണ്ടായിരിക്കാം ഞങ്ങൾക്ക് വില കുറവില് കിട്ടിയെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിപ്പോ ലാഭമായല്ലോ. അപ്പൊ 10,000 രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല സാരി കാഞ്ചീപുരം ഇവിടെ നാട്ടിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാക്സിമം കാഞ്ചീപുരം എവിടെയാണ് നിങ്ങൾ പോയി എടുക്കുന്നതെന്ന് വെച്ചാൽ ഒതന്റിക് ആയിട്ടുള്ള ആ സ്ഥലത്ത് പോയി എടുക്കുന്ന ആട്ടോ എപ്പോഴും നല്ലത്. അതാണ് വിലക്കുറവ് മാത്രമല്ല, നമുക്ക് ആ ക്വാളിറ്റി സാധനം അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ഇപ്പൊ 2 വർഷമായി, എന്നാലും അതിന്റെ ക്വാളിറ്റിക്കും
വേറെ ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ സൂക്ഷിക്കുന്നത് അത്ര അടിപൊളിയായിട്ടല്ല എന്ന് മാത്രം ആ ഒരു പ്രശ്നമുള്ളൂ. അല്ലാതെ സാരിക്ക് തന്നെ ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എനിക്ക്. ഇനി നമ്മുടെ കല്യാണ സാരിയിലേക്ക് വരാം. അപ്പൊ ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ സാരി ഒന്നും ഞാൻ ഫാബ്രിക് തൊട്ടല്ല മേടിച്ചത്. ഐ മീൻ തൊട്ട് നോക്കിയിട്ടല്ല ഞാൻ മേടിച്ചത്. ഞാൻ ജസ്റ്റ് വീഡിയോ കോളിൽ നിന്ന് നോക്കി നിവർത്തിയിട്ട് എല്ലാം തുറന്നു നോക്കി. പിന്നെ ക്വാളിറ്റി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള അങ്കിള് ക്വാളിറ്റി ഒക്കെ നോക്കി അടിപൊളിയാണെന്ന് ഇത് 100% ഉറപ്പാക്കിയിട്ടാണ് അയച്ചു തന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നവും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ കല്യാണ സാരി നോക്കാൻ പോവാണ്. കല്യാണ സാരി ഞാൻ എടുത്തത് കൊച്ചിയിലെ ഷീമാട്ടിന്നാണ്. സോ കല്യാണ സാരി ഒബ്വിയസ്ലി നമുക്ക് പോയി തൊട്ട് നോക്കണം, വെച്ച് നോക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ സാരി, കാരണം അത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ. അപ്പൊ ഇതാട്ടോ എൻ്റെ കല്യാണ സാരി. ഈ പറഞ്ഞ പോലെ ഇതിന് ബോർഡറേ ഇല്ലാത്ത സാരിയാണിത്. പക്ഷെ ഫുൾ ബോഡി പട്ടാണ്. അല്ലാതെ നടുക്ക് കുറച്ച് പട്ടില്ലാത്ത ഭാഗം ബോർഡറിലോട്ട് പട്ട് വരുന്നു, അങ്ങനത്തെ കേസേ അല്ല. മൊത്തത്തിൽ പട്ടുള്ള ഒരു സാരിയാണ്. ഇതാണ് മെയിൻ ബോഡി, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ പ്രൈസിങ് വരുന്നതിന് മുന്നേ ഇതിന്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ പട്ട്, നോർമൽ കഞ്ചുപുരം പട്ട് തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഇതും ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ മറ്റ് സാരികൾ, അതായത് ഞാൻ മുന്നേ കാണിച്ച 4 സാരികളെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ കട്ടിയുണ്ട്. കാരണം ഒബ്വിയസ്ലി ബ്രൈഡൽ ആണ്. അപ്പം പിന്നെ അതുമല്ല ഇത്രമാത്രം പട്ടുണ്ട് ഇതിന്റെ കൂടെ, മൊത്തം ഫുൾ ബോഡി പട്ടാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു വെയിറ്റ് ഇതിനുണ്ട്. അതല്ലാതെ ഭയങ്കര ഹെവി സാരി ഒന്നും അല്ല ഇത്. ക്യാരി ഓൺ ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ ഇതിൽ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു എക്സ്ട്രാ പണിയും കൊടുത്തിട്ടില്ല. അതായത് പല ആൾക്കാരും പിന്നെ ബോർഡറിൽ വേറെ കളർ വെക്കുക, സ്റ്റോൺ വെക്കുക, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഹെവി ബ്ലൗസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സാരി എങ്ങനെയാണ്, ഒബ്വിയസ്ലി ബ്രൈഡാണ്, അന്ന് നമ്മളായിരിക്കണം സ്റ്റാർ. അതുകൊണ്ട് ബ്ലൗസിൽ മാത്രം ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ സാരിയിൽ ഞാൻ അധികം ഒന്നും പണിയാൻ പോയിട്ടില്ല. പിന്നെ ഈ സാരിയുടെ പ്രൈസ് റേഞ്ച് ഒബ്വിയസ്ലി ബ്രൈഡൽ ആണ്. അപ്പൊ ആരും കേട്ട ഞെട്ടരുത്. ഇതിന് അറൌണ്ട് 40,000 rupees ആയിരുന്നു. മേ ബി കാഞ്ചീപുരം നമ്മൾ ഡയറക്ട്ലി പോയി മേടിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്ര കോസ്റ്റ്ലി ആവില്ലായിരുന്നു കാണും. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, കൊറോണ പീരീഡ് ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് അടുത്തുണ്ടായിരുന്ന വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് പോയി മേടിച്ചു എന്നേ ഉള്ളൂ. വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം. അപ്പം എനിക്ക് തോന്നുന്നു 40,000 ഇസ് ഫൈൻ. കാരണം ഒരു ബ്രൈഡൽ സാരിയാണ്. പിന്നെ ഇതിന് മാത്രം വർക്ക് ഉണ്ട്, അതിൽ അത്ര റിച്ച് പട്ടാണ്. പിന്നെ ഇതിന്റെ പല്ലു ഒക്കെ ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഭയങ്കര റിച്ച് ആണ് ഇതിന്റെ പല്ലു ഒക്കെ. പിന്നെ കളർ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് വർത്ത് എവറി പെന്നി. So that was all about it for today's video. I hope you guys enjoyed watching this. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണം, വെറൈറ്റി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി കേട്ടോ. പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും. So see you guys.